സഭാ കോടതി ഇന്ത്യൻ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വിരുദ്ധവും സമാന്തരവുമാണെന്ന ചില ദുഷ്ടബുദ്ധികളുടെ പ്രചാരണത്തിന് വ്യക്തമായ മറുപടി നൽകി പ്രത്യേക ട്രൈബ്യൂണൽ ജഡ്ജി ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ. കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമുള്ളതോ അതിന് വിരുദ്ധമോ അല്ലെന്നും പ്രത്യുത അതിനെ പരിപൂരകമാക്കുന്ന ഒന്നാണെന്നും ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ വിശദീകരിക്കുന്നു. എറണാകുളത്തെ ഒരു കൂട്ടം വിമത വൈദികർ കാനൻ നിയമം തങ്ങൾക്ക് ബാധകമല്ലെന്നും ഇന്ത്യൻ ഭരണഘടന മാത്രമേ അനുസരിക്കൂ എന്നും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന സാഹചര്യത്തിലാണ് പാമ്പാറ അച്ഛൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമുള്ളതോ അതിന് വിരുദ്ധമോ അല്ല, പ്രത്യുത അതിനെ പരിപൂരകമാക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ് ഒരാൾ അംഗമാകുന്നതെന്ന് ഇന്ത്യൻ ഭരണഘടന വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതുപോലെ കത്തോലിക്ക സഭയിൽ ഒരാൾ വൈദിക അന്തസ്സിലേക്ക് എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നതെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ നോക്കിയാൽ കാണില്ല. ഇനി കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ആരൊക്കെ അനുസരിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തം: കത്തോലിക്കർ മാത്രം. കത്തോലിക്ക വിശ്വാസി അയാൾ വൈദികനോ സന്യസ്തനോ അൽമായനോ ആയിക്കൊള്ളട്ടെ, കത്തോലിക്ക വിശ്വാസവും കത്തോലിക്ക സഭയുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് സഭ വിട്ടുപോയ ശേഷം തീർച്ചയായും പ്രഖ്യാപിക്കുവാൻ സാധിക്കും തനിക്ക് കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ബാധകമല്ല എന്ന്. മാർപ്പാപ്പയുടെ അധികാരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നവർ ശീഷ്മയിലാണെന്ന് മാത്രം. കത്തോലിക്ക സഭയുടെ കാനൻ നിയമം മാർപ്പാപ്പ തന്നതാണെന്ന വസ്തുത നാം മറന്നുകൂടാ. കത്തോലിക്ക സഭയ്ക്ക് ഒരു പരമാധികാരിയുണ്ട്, മാർപ്പാപ്പ. അദ്ദേഹം സഭാവിശ്വാസികൾക്ക് അനുസരിക്കുവാനായി തന്നിരിക്കുന്ന നിയമാവലിയാണ് കാനൻ നിയമം. കത്തോലിക്ക സഭയിലെ അംഗത്വം ആരുടെയും ജന്മാവകാശമല്ല. മാമോദീസായിലൂടെയാണ് ഒരാൾ ഈ സഭയിൽ അംഗത്വം സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത്. മറ്റ് ക്രിസ്തീയ സഭകളിൽ മാമോദീസ സ്വീകരിച്ചവർക്കും കത്തോലിക്ക സഭയിൽ അംഗത്വം സ്വീകരിക്കാനാകും. ഒറ്റ നിബന്ധന മാത്രം: സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അനുസരിക്കുവാൻ പറ്റാത്തവരെ വലിയ മഹ്റോൻ ശിക്ഷയിലൂടെ പുറത്താക്കുവാൻ കത്തോലിക്ക സഭയിൽ നിയതമായ സംവിധാനമുണ്ട്. എന്നാൽ സ്വയം കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുടെ കാനൻ നിയമം വീർപ്പിച്ച ബലൂൺ പോലെ തോന്നും. അവർ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: തങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വമേധയാ പുറത്തേക്കിറങ്ങി എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അപ്പോൾ മറ്റു വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കത്തോലിക്കർ എല്ലാവരും കാനൻ നിയമമനുസരിച്ച് ഒരു സഭാ ട്രൈബ്യൂണലിന്റെ സമൻസ് കിട്ടിയാൽ ആ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കും എന്നു തന്നെയാണ്. രാജ്യത്തെ കോടതികൾക്ക് തീർച്ചയായും സഭാ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തിൽ രാജ്യത്തിന്റെ നിയമലംഘനമോ മനുഷ്യാവകാശ ലംഘനമോ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കും. എന്നാൽ കാനൻ നിയമം കൃത്യമായി അനുസരിച്ചാണ് സഭാ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന ഒരു കോടതിയും സഭാ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധി പ്രഖ്യാപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ച ശേഷം വിവരം കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയെ അറിയിക്കാനുള്ള കടമ ഈ പ്രത്യേക ട്രൈബ്യൂണലിനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയും വത്തിക്കാൻ കാര്യാലയങ്ങളും അതിനുള്ള പ്രതിവിധി കണ്ടുകൊള്ളും. സീറോ മലബാർ സഭ ഒരു സ്വയാധികാര സഭ ആയതുകൊണ്ടാണ് വത്തിക്കാൻ ഇങ്ങനെയൊരു ട്രൈബ്യൂണൽ സ്ഥാപിച്ച് ആവർത്തിച്ചുള്ള നിയമനിരാസങ്ങളുടെ കുറ്റങ്ങൾ ഇവിടെ തന്നെ വിധി തീർപ്പാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലും എളുപ്പമുള്ള മറ്റ് നിരവധി മാർഗങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ വത്തിക്കാന്റെ പക്കലുണ്ട്. കേരളത്തിലെ തന്നെയുള്ള ഒരു സീറോ മലബാർ വൈദികനെതിരെയുള്ള ഒരു പരാതിയിൽ വിധി പറയുവാനുണ്ടാക്കിയ ഒരു പ്രത്യേക ട്രൈബ്യൂണലിനെതിരെ കുറ്റാരോപിതൻ സിവിൽ കോടതിയെ സമീപിച്ചപ്പോൾ ആ ട്രൈബ്യൂണൽ വിവരം വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കുകയും വിശ്വാസ തിരുസംഘം ആ വൈദികനെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തതിന്റെ വിവരങ്ങൾ എന്റെ കൈവശമുണ്ട്. അതുപോലെ കാനൻ നിയമഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ചില സ്പെഷ്യൽ ഫാക്കൽറ്റീസ് പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ 2009 ഏപ്രിൽ 18 പുറപ്പെടുവിച്ചതനുസരിച്ച് നീങ്ങുവാനും വത്തിക്കാന് സാധിക്കും. മൂന്നാമതായി, വിചാരണ വത്തിക്കാന്റെ ഉന്നത കോടതിയായ റോട്ടാ റൊമാനയിലേക്ക് മാറ്റുവാനും സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയ്ക്ക് സാധിക്കും. ഇതിൽ തങ്ങൾക്ക് ഏറ്റവും അനുകൂലം പ്രത്യേക ട്രൈബ്യൂണൽ തന്നെയാണെന്ന നിഗമനത്തിലേക്ക് കുറ്റാരോപിതർ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസമെന്ന് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു.